أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر സൂറ അൽ കൗസറിലെ രണ്ടാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. ഈ വചനത്തിൻ്റെ തഫ്സീർ ഹസ്രത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു പറയുന്നു, ഹസ്രത്ത് ഇബ്രാഹിമി ദുആയിലുള്ള ആത്മപരിഷ്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ദുആയെ സംബന്ധിച്ച് പറയുന്നു: നിങ്ങളിൽ ഞാൻ ഹൃദയത്തെ പരിശുദ്ധമാക്കുന്ന അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകാശിതമാക്കുന്ന ഒരു പ്രവാചകനെ ഇറക്കിയിരിക്കുന്നു. ഇവിടെ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു, ആ പരിശുദ്ധ സമൂഹത്തിന് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്ത ദുആ സ്വീകരിക്കുകയല്ല ചെയ്തത്, മറിച്ച് ആ ദുആയുടെ ശക്തി കൊണ്ട് നാം കൗസറും നൽകിയിരിക്കുന്നു. ആത്മപരിഷ്കരണത്തിൻ്റെ 3 രീതികൾ ഇതാണ്. 1 അമലി, അതായത് പ്രവർത്തനം. 2 ജസ്ബാത്ത്, അതായത് ആവേശം അല്ലെങ്കിൽ ആഗ്രഹം. 3 ഫിക്ർ അഥവാ വിചിന്തനം, ചിന്ത എന്നിവയാണ്. അതായത് മനുഷ്യന് 3 തരത്തിലുള്ള ആത്മസംസ്കരണത്തിൻ്റെ ആവശ്യമാണുള്ളത്. ആദ്യം വരുന്നത് ആവേശം അല്ലെങ്കിൽ ആഗ്രഹമാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഓരോന്നും ചെയ്യുന്നത്. പ്രവർത്തനത്തിൻ്റെയും ചിന്തയുടെയും കാലഘട്ടം ആ കുട്ടിയുടേത് വിദൂരമാണ്. കുട്ടിക്ക് വിശന്നാൽ കരയാൻ തുടങ്ങുന്നു. മാതാവ് അടുത്തില്ലെങ്കിൽ കുട്ടി കരയാൻ തുടങ്ങുന്നു. ഇതെല്ലാം തന്നെ കുട്ടിയുടെ ജസ്ബാത്ത് കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പിന്നീട് കുട്ടി അല്പം മുതിർന്ന് നടക്കാൻ തുടങ്ങിയാൽ ചില പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുന്നു. പിന്നീട് പ്രായപൂർത്തിയാകുമ്പോൾ പല പദ്ധതികളും ആവിഷ്കരിച്ച് ചെയ്യാൻ തുടങ്ങുന്നു, ചിന്തിക്കാൻ തുടങ്ങുന്നു. ഈ പറയുന്ന 3 അവസ്ഥകളും അവനിൽ ഉണ്ടാകുമ്പോൾ അവൻ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്നു. മുകളിൽ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇസ്ലാമിനെ പിന്തുടരുന്നതിൻ്റെ അനിവാര്യമായ അനന്തരഫലമാണ് ആത്മസംസ്കരണം. ചുരുക്കത്തിൽ, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അധ്യാപനം ശരിയാണ് എങ്കിൽ ജനങ്ങൾ അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയുമാണെങ്കിൽ തീർച്ചയായും അവരിൽ ആത്മപരിഷ്കരണം ഉണ്ടാവുന്നു. ഇനി ഏതെങ്കിലും മതത്തിൻ്റെ അധ്യാപനം യുക്തിക്ക് നിരക്കാത്തതാണ് എന്നുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുന്നവർ തീർച്ചയായും ചതിയിൽപ്പെടുന്നതാണ്. ഉദാഹരണമായി, ഇസ്ലാമിൻ്റെ അധ്യാപനമാണ് നിങ്ങൾ ഒരാൾക്ക് മാപ്പ് കൊടുക്കുക എന്നത്. നല്ലതെങ്കിൽ അയാൾക്ക് മാപ്പ് കൊടുക്കുക. ഇനി ശിക്ഷ നൽകുന്നതാണ് ഉത്തമം എങ്കിൽ നിങ്ങൾ ശിക്ഷ നൽകുക. ഇത് പ്രാവർത്തികമാക്കാൻ കഴിയാത്തവർ അത് ചെയ്യുന്നില്ല. എന്നാൽ ഈ കൽപ്പന അനുസരിക്കുന്നവർക്ക് പ്രയോജനമാണുള്ളത്. എന്നാൽ ജൂതന്മാർ പറയുന്നത് എല്ലാ തെറ്റുകൾക്കും ശിക്ഷ നൽകണം എന്നുള്ളതാണ്. അവർ പറയുന്നത് മൂക്കിന് പകരം മൂക്ക്, ചെവിക്ക് പകരം ചെവി, കണ്ണിന് പകരം കണ്ണ് എന്നാണ്. ഈ അധ്യാപനം ഒരാൾ പ്രാവർത്തികമാക്കിയാൽ അത് കൂടുതൽ അക്രമത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള അധ്യാപനമാണെങ്കിൽ രാജ്യത്തെ ശാന്തിയും സമാധാനവും ഇല്ലാതായി പോകുന്നതാണ്. ഇസ്ലാം നൽകുന്ന അധ്യാപനം മൻ കുത്തില ദൂന മാലിഹി വ ഇറുഹി ഫഹുവ ഷഹീദുൻ. ഒരാൾ തൻ്റെ സ്വത്തും അഭിമാനവും സംരക്ഷിച്ചുകൊണ്ട് മരിക്കപ്പെട്ടാൽ അദ്ദേഹം ഷഹീദാണ്. ഈ അധ്യാപനം ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുന്ന അധ്യാപനമാണ്. ഏതെങ്കിലും കൊള്ളസംഘത്തെ നേരിടാൻ ആ നാട്ടിലെ ആളുകളെ ഒരുമിച്ച് നിന്ന് പോരാടുമ്പോൾ ഒരാൾ അതിൽ വധിക്കപ്പെട്ടാൽ പോലും അവർ ഷഹീദാണ്. ഇത് മനസ്സിലാക്കി അവർ ആത്മാർത്ഥതയോടെ പോരാടും.
അതുപോലെ യഹൂദികളുടെ അധ്യാപനമാണ്, നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ലഭിച്ചാൽ അവിടെയുള്ള എല്ലാ പുരുഷന്മാരെയും നിങ്ങൾ വധിക്കുക. അതുപോലെ 4 കാലി മൃഗങ്ങളെയും വധിക്കുക. സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി വെക്കുക. ഇത് എത്ര ക്രൂരമായ അധ്യാപനമാണ്! ഈ അധ്യാപനം കൊണ്ട് എങ്ങനെയാണ് ആ രാജ്യത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത്? ഇക്കൂട്ടർ ഈ അധ്യാപനം വെച്ചു പുലർത്തിയാൽ മറ്റ് സമുദായങ്ങൾക്ക് വിജയം ലഭിച്ചാൽ അവരും യഹൂദികളോട് ഇതുപോലെ പ്രവർത്തിക്കുന്നതാണ്. ഇതുപോലുള്ള അധ്യാപനം പ്രാവർത്തികമാക്കിയാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും? അവിടുത്തെ കൃഷി അവതാളത്തിലാകും, വിളകൾ നശിക്കും, ആളുകളുടെ എണ്ണം കുറയും, അധ്വാനിക്കുന്ന ആളുകൾ ഇല്ലാതാകും. ഇതിന് വിപരീതമായി ഇസ്ലാമിൻ്റെ അധ്യാപനം ഇതാണ്: ഖാത്തിലു ഫീ സബീലില്ലാഹില്ലദീന യുഖാത്തിലൂനക്കും. നിങ്ങൾ നിങ്ങളുമായി യുദ്ധം ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യുക. അതായത് നിങ്ങൾ നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായി മാത്രം യുദ്ധം ചെയ്യുക. മറിച്ച് യുദ്ധത്തിന് വരാത്തവരുമായി യുദ്ധത്തിന് മുതിരുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? യുദ്ധത്തിൽ നിങ്ങളെ വധിക്കാനായി ഒരാൾ മുന്നിട്ട് വന്നാൽ അവരെ വധിക്കുന്നതിന് തെറ്റില്ല. കാരണം അവർ നിങ്ങളെ വധിക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ്. ഇനി യുദ്ധത്തിൽ പങ്കെടുക്കാതെ അതേ സമുദായത്തിൽപ്പെട്ടവർ തന്നെയായാലും വീട്ടിൽ ഇരിക്കുന്നതായാൽ അവരെ നിങ്ങൾ എന്തിനാണ് വധിക്കുന്നത്? പിന്നീട് ഇസ്ലാം പറയുന്നത് സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരായവരെയും നിങ്ങൾ ആക്രമിക്കരുത് എന്നാണ്. ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഒരു യുദ്ധത്തിൽ പോലും മുഴുവൻ സഹാബാക്കളും പങ്കെടുത്തിട്ടില്ല. അതുപോലെ തന്നെ മുഴുവൻ ശത്രുക്കളും പങ്കെടുത്തിട്ടില്ല. അവരുടെ അധ്യാപനം വെച്ച് സഹാബാക്കൾ യുദ്ധവിജയത്തിന് ശേഷം അവരുടെ വീട്ടിലുള്ളവരെ വധിച്ചിരുന്നുവെങ്കിൽ മക്കയിൽ വിരലിലെണ്ണാവുന്ന ചിലർ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. പിന്നീട് ഇസ്ലാം എങ്ങനെ വ്യാപിക്കാനാണ്? അതുകൊണ്ടാണ് പറഞ്ഞത് യഹൂദികളുടെ അധ്യാപനം വളരെ ക്രൂരമായ അധ്യാപനമാണ് എന്ന്. ഇസ്ലാമിൻ്റെ അധ്യാപനമാണ് ശാന്തിയും സമാധാനവും ലോകത്ത് നിലനാട്ടുന്ന അധ്യാപനം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് ശേഷം മക്കയിലുള്ള 7 പേരൊഴികെ മറ്റെല്ലാവർക്കും മാപ്പ് നൽകുകയാണ് ചെയ്തത്. 7 പേരെ കണ്ടിടത്തത് തന്നെ നിങ്ങൾ വധിച്ചു കളയുക എന്നുള്ള കൽപ്പനയും നൽകിയിരുന്നു. എന്നാൽ ചരിത്രം പിന്നീട് പറയുന്നത് അവർ 7 പേർക്കും പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകി വിട്ടയക്കുകയുണ്ടായി എന്നാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.